ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ച് മുൻപ് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അക്ബറിന്റെ നഷ്ടപ്പെട്ട പാവ ആരാണ് മോഷ്ടിച്ചെന്ന് കണ്ടെത്താൻ ലക്ഷ്മിയോട് വക്കീലായിട്ട് മാറാൻ വേണ്ടി നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിനകത്ത് അക്ബർ പറയുന്നുണ്ട്, എന്നെ ആ ഒരു ടാസ്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് എന്നാണ് അക്ബർ പറയുന്നത്. ഇവിടെ ഗെയിമിൽ നിന്നല്ല, അക്ബറിനെ ആ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോരുത്തരുമായിട്ട് കളിക്കുന്നത്. ഇവിടെ ആരും ആരെയും ജയിപ്പിക്കാനല്ല വന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ അക്ബർ മനസ്സിലാക്കണം. ഇവിടെ ചിലപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ, അതായത് ആര്യനെ ഗെയിമിൽ ജയിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അക്ബർ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തിരിച്ചും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഫേവറേറ്റ്സിന് വേണ്ടിട്ട് കളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഉദ്ദേശം എന്താണ്? അവിടെ നിന്ന് ഓരോരുത്തരെയായിട്ട് പുറത്താക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം. അത് ഗെയിമിനകത്ത് നിന്നല്ല, വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അക്ബറും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്നിട്ട് ഈ അക്ബർ എന്തിനാ ഇപ്പൊ ഇതേപോലെ ഇമോഷണൽ ആവേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവാത്തത്. അക്ബർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നിട്ടാണ് ഈ അക്ബർ ഇപ്പൊ ഇവിടെ കിടന്ന് ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്. എല്ലാവരും ഭയങ്കര സാഡായിട്ട് ഇരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ അക്ബർ പറയും, അത് ഗെയിം അല്ലേ, ഗെയിമിനെ പോലെയല്ലേ കാണേണ്ടത്, അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈ അക്ബർ. എനിക്ക് തോന്നുന്നു അക്ബറിന്റെ ഈ ഒരു ഉദ്ദേശം ഒരു വിക്ടിം കാർഡ് ഇറക്കാനാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുപോലെ മോഷണത്തിലെ സത്യം ഓൾറെഡി ആദില അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി ടാസ്ക് ഇപ്പോഴും? നെവിൻ ആ പാവയെഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കണ്ടെത്താനാണോ എന്ന് അറിയത്തില്ലേ.